ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് കേട്ടിട്ടുണ്ടാവും. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: ക്ലസ്റ്റർ എ, ക്ലസ്റ്റർ ബി, ക്ലസ്റ്റർ സി എന്ന്. അപ്പോൾ ഇതിൽ ക്ലസ്റ്റർ ബിയിൽ വരുന്ന അത്യാവശ്യം ശ്രദ്ധ വേണ്ട, അവഗണിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കൂടുതലും കാണുന്നത് വളരെ അധികം ഡിപ്പെൻഡൻസി ഉള്ള ആൾക്കാരിലാണ് കാണപ്പെടുന്നത്. എന്തിനെവിടെങ്കിലും അവർക്ക് ഭയങ്കര ഡിപ്പെൻഡൻസി ആയിരിക്കും. റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് ആകാം. ഇന്റൻസ് ആൻഡ് അൺസ്റ്റേബിൾ റിലേഷൻഷിപ്സ് അവർക്ക് വളരെ കൂടുതലായിട്ട് കാണപ്പെടും. മീൻസ് ഇപ്പോൾ ചില സമയത്ത് അവർക്ക് അവരുടെ പാർട്ട്ണർ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നു, അതേ പാർട്ട്ണറിൽ തന്നെ അവർക്ക് ഭയങ്കര ടെറിബിൾ ആയിട്ട് തോന്നുന്നു. അങ്ങനെ വേറൊരു പാർട്ട്ണറിലേക്ക് മാറി മാറി പോകുന്ന ഒരു പ്രവണത അവരിൽ കാണാറുണ്ട്. അവർ ഇമോഷണലി വളരെ ഇൻസ്റ്റേബിൾ ആണ്. അവരുടെ ആ ഇൻസ്റ്റെബിലിറ്റി അവർ ഭയങ്കര തീവ്രമായിട്ട് കാണിക്കുകയും അവരുടെ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ അവരുടെ അവസ്ഥയിൽ മറ്റുള്ളവരെ കൂടി ഭാഗഭാക്കാകും, നിർബന്ധപൂർവം വലിച്ചിഴച്ച് ഭാഗഭാക്കാക്കുന്ന ഒരു പ്രവണത കൂടി അവർക്കുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ എല്ലാ ഏരിയസിലും ഇത് ബാധിക്കാറുണ്ട്. ഫാമിലിയിലാണേലും കരിയറിലാണേലും എല്ലാത്തിലും അത് ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. കാരണം ഇവരുടെ ഇന്റൻസ് ഇമോഷൻസ് അവർ കോപ്പിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് സെൽഫ് ഹാം ചെയ്തിട്ടായിരിക്കാം. സൂയിസൈഡ് റിസ്ക് ഒക്കെ വളരെയധികം കൂടുതലാണ് ഇവരിൽ. സൂയിസൈഡ് ടെൻഡൻസീസ് കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ സമ്മതിച്ചു കൊടുക്കണം എന്നുള്ളൊരു നിർബന്ധപൂർവമായിട്ടുള്ള ഒരു സമീപനമാണ് അവർ നടത്തുക. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വലിയൊരു സബ്ജക്റ്റാണ്, വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് ഇടുന്നതായിരിക്കും. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ സിംറ്റംസ് കാര്യങ്ങൾ ഉള്ള ആൾക്കാർ, പാർട്ട്ണറായിട്ടുള്ളവർ വളരെയധികം സൂക്ഷിക്കുക. കഴിവതും ആ ഒരു തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ പോയി ചാടാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലത്ത് ഒരുപാട് കണ്ടുവരുന്നുണ്ട്. കുട്ടികളിൽ പ്രത്യേകിച്ചും ടീനേജ് പ്രായത്തിൽ ഉള്ള ക്രഷസും ഇൻഫാച്വേഷൻസും റിലേഷൻഷിപ്സും ഇതൊക്കെ വളരെ തീവ്രമായിട്ടുള്ള രീതിയിൽ, വളരെ അപകടകരമായിട്ടുള്ള രീതിയിൽ കാണാറുണ്ട്. ഇൻ കേസ് ഇപ്പോൾ ഒരു ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞ് നോ പറഞ്ഞ് പോകുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ട് അവരെ സംബന്ധിച്ച് മാറുന്നുണ്ട്. കാരണം ഈ ഓപ്പോസിറ്റിൽ നിന്ന് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ അതിനെ സമ്മതിക്കത്തില്ല. എന്ത് വില കൊടുത്തും അവരെ പിടിച്ചു നിർത്താനായിട്ട് അവർ ഭയങ്കരമായിട്ട് ശ്രമിക്കും. അത് ഇമ്പൾസീവായിട്ടായിരിക്കാം, ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടായിരിക്കാം, ഏത് വിധേനയും അവർ കൂടെ നിർത്താനായിട്ട് ശ്രമിക്കും. കള്ളം പറഞ്ഞിട്ടാണേലും എന്ത് ചെയ്തിട്ടാണേലും അവരതിന് മടിക്കത്തില്ല.